Lenora. Lenora is different from others. Years of perfect stitching experience. Lenora, linen, cotton cloth and stitching. Pandikad Road, Vandoor. വേനൽ മഴയിൽ നിലമ്പൂർ കാഞ്ഞിരപ്പുഴയിലും കുറുവൻപുഴയിലും മലവെള്ളപ്പാച്ചിൽ, ആഢ്യൻപാറയിൽ അപ്രതീക്ഷിത വെള്ളപ്പൊക്കം, അപകടമൊഴിവായത് ലൈഫ് ഗാർഡുമാരുടെ പ്രവർത്തനം മൂലം. കോഴിപ്പാറ ജല ടൂറിസം കേന്ദ്രത്തിലും ജലവിധാനമുയർന്നു. സഞ്ചാരികൾ പുഴയിൽ ഇറങ്ങാതിരുന്നതിനാൽ വൻ അപകടമൊഴിവായി. ആഢ്യൻപാറ ജലവിനോദ കേന്ദ്രത്തിൽ വിനോദസഞ്ചാരികൾ ഉണ്ടായിരുന്നെങ്കിലും ലൈഫ് ഗാർഡുമാരുടെ പ്രവർത്തനത്തെ തുടർന്ന് മലവെള്ളപ്പാച്ചിൽ തുടങ്ങിയപ്പോൾ തന്നെ സഞ്ചാരികളെ സ്ഥലത്തുനിന്ന് മാറ്റിയതിനാൽ അപകടമൊഴിവായി. തമിഴ്നാടിനോട് അതിർത്തി പങ്കിടുന്ന വെള്ളരിമലയിൽ നിന്നാണ് കാഞ്ഞിരപ്പുഴയും കുറുവൻപുഴയും ഉദ്ഭവിക്കുന്നത്. തുടർന്ന് ചെങ്കുത്തായ വിവിധ മലനിരകളിലൂടെ കുത്തിയൊലിച്ചാണ് കാഞ്ഞിരപ്പുഴ ആഢ്യൻപാറ ഭാഗത്തെത്തുന്നത്. ചെങ്കുത്തായ മലവാറുകളിൽ കനത്ത മഴ പെയ്തതിനെ തുടർന്നാണ് പെട്ടെന്ന് കാഞ്ഞിരപ്പുഴയിൽ വെള്ളം കൂടിയത്. നോക്കി നിൽക്കെ വെള്ളം കൂടുമെന്നതിനാൽ ഇവിടം മഴക്കാലങ്ങളിൽ അപകട സാധ്യത കൂടുതലാണ്. മുൻവർഷങ്ങളിൽ ആഢ്യൻപാറ സന്ദർശിക്കാനെത്തിയ സഞ്ചാരികളിൽ ചിലർ പുഴയ്ക്കക്കരെ ഇതേപോലെ പെട്ടെന്ന് വെള്ളം കൂടിയതിനാൽ കുടുങ്ങിയിരുന്നു. അഗ്നിരക്ഷാസേനയടക്കമുള്ളവരുടെ പ്രവർത്തന ഫലമായാണ് അന്ന് സഞ്ചാരികളെ ഇക്കരെ എത്തിക്കാനായത്. ആദിവാസികളും ഇത്തരത്തിൽ പുഴയ്ക്കക്കരെ കുടുങ്ങിയ സംഭവങ്ങളുണ്ട്. മലവെള്ളം കൂടിയ സമയത്ത് 25ലേറെ സന്ദർശകർ ജലവിനോദ കേന്ദ്രമായ ആഢ്യൻപാറയിൽ സന്ദർശകരായി ഉണ്ടായിരുന്നു. ഡിടിഡിസിയുടെയും വിനോദസഞ്ചാര വകുപ്പിന്റെയും ലൈഫ് ഗാർഡുമാരായ സുഹൈൽ മഠത്തിൽ, കബീർ, വിജയൻ എന്നിവരടങ്ങിയ ടീം ആഢ്യൻപാറയിലും സുരക്ഷാ സംവിധാനമൊരുക്കാനായുള്ളത് സഞ്ചാരികൾക്ക് തുണയാണ്. വെള്ളരിമലയിൽ നിന്നും ഉദ്ഭവിക്കുന്ന കുറുവൻപുഴയിലും ജലവിധാനം ഉയർന്നതോടെ കോഴിപ്പാറ വെള്ളച്ചാട്ടത്തിലും മലവെള്ളപ്പാച്ചിലുണ്ടായി. മഴയുണ്ടായിരുന്നതിനാൽ വനംവകുപ്പിന്റെ കീഴിലുള്ള കോഴിപ്പാറ വെള്ളച്ചാട്ടത്തിൽ കുളിക്കാൻ വിനോദസഞ്ചാരികളെ അനുവദിക്കാതിരുന്നതിനാൽ അപകടമൊഴിവായി. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ.